ഗൈസ് നമുക്ക് ഉച്ചക്കത്തേക്ക് ചാറ് കറി വെക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക, ഈ വെണ്ടയ്ക്ക വലിയ വെണ്ടയ്ക്ക, ഇത് എവിടെ നിന്നാണെന്നറിയാമോ? വീട്ടിൽ ഉണ്ടായതാണ്. വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത വെണ്ടയ്ക്കയാണ്. നമുക്കിത് മപ്പാസ് വെക്കാം. അപ്പോൾ നമുക്ക് മപ്പാസ് എങ്ങനെ വെക്കുന്നത് നോക്കാം. ബാ ഗൈസ്, ഇതേണ്ട നമ്മൾ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളകും കൂടെ എടുക്കണം. അതും കൂടെ കീറി കഴിഞ്ഞ് വെച്ച് ഒരു സവോളയും കൂടെ പൊളിച്ച് സെറ്റാക്കണം. ഇന്ന് താമസിച്ച് പോയി ഗൈസ് കറിയൊക്കെ വെക്കാൻ വേണ്ടി. ഇന്നൊരു മൂടില്ലാത്ത ദിവസമാണ്. എന്നാണെന്നറിയാമോ? ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം, തലകറക്കവും. രാവിലെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ മേലെങ്കിലും. ഉത്തരവാദിത്തങ്ങളുണ്ടായിപ്പോയില്ലേ. 3 കുട്ടികളുടെ അമ്മയാണ്. ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാതിരിക്കാൻ മേലെന്നും പറഞ്ഞിരിക്കാനും പറ്റില്ല. രാവിലെ തന്നെ തുണിയെല്ലാം അലക്കിയിട്ട് ഉണക്ക മഴ വരുന്നുണ്ട്. ഇത്ര ദിവസം ചൂടാന്ന് പറഞ്ഞു. മഴ പെയ്തപ്പം മഴ എന്തുവാ അല്ലേ. ഗൈസ്, നിങ്ങൾക്ക് മഴയൊക്കെ അവിടെ ഉണ്ടോ? ഇവിടെ ഇപ്പം മഴയോട് മഴയാണ്. പിന്നെ ഇത് ഇനി സെറ്റാക്കണം. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ബാ ഗൈസ്, നമുക്കിത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നമുക്ക് സവോളയും വെണ്ടയ്ക്കായും പച്ചമുളകും എല്ലാം നല്ലതായിട്ട് വാടണം. എന്നാലേ ഉള്ളൂ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് വാടുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. കടുക് പൊട്ടുമ്പോൾ ഞാൻ തള്ളി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് സവാള തന്നെ സാധ്യത. നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആ പച്ചമുളകും കൂടെ നമുക്കങ്ങോട്ടിടാം. നല്ലതായിട്ട് വാടണം. അത് നല്ല ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ ഞരടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പച്ചമുളക് വറക്കും ഇതിൻ്റെ കൂടെ വാടുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക ഇടുമ്പോൾ അതിൻ്റെ വെള്ളമയം കാരണം അത് വേഗത്തേ ഉള്ളൂ. ഇത് എണ്ണക്കകത്താകുമ്പോൾ വറക്കും. ലേശം ഉപ്പ് നമുക്ക് കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാമല്ലോ അല്ലേ. നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെന്താണ്, ഞാൻ ഒരുപാട് കാലമായി വിചാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. പക്ഷേ ഞാൻ ഫോണ് നല്ലതില്ല, ക്യാമറ നല്ലതില്ല, ക്ലാരിറ്റി ഉണ്ടാവുമോ, മറ്റുള്ളവരെന്നാ വിചാരിക്കും, മറ്റുള്ളവർ കളിയാക്കുമോ, എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഒരു താല്പര്യമില്ലായ്മ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നീണ്ടു പോയി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇനി അങ്ങ് തോന്നി ഉള്ളത് കൊണ്ട് അങ്ങ് ചെയ്യാം, ഉള്ള മൊബൈലൊക്കെ കൊണ്ട് അങ്ങ് ചെയ്യാം. ഒരാളുടെ ഹെൽപ്പ്, ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ കൊച്ചു ഷൈനി ആൻറ്റിയുടെ മകൾ ചിന്നു, ബിയ വർഗീസ്, നേഴ്സിംഗ് പഠിക്കുക. അപ്പോൾ അവൾ ലീവിന് വന്നപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ അവളോട് പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്നാണ്. ചേച്ചി തുടങ്ങാൻ പറഞ്ഞാൽ ചെയ്യാൻ ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അവളാണ് എനിക്കത് സെറ്റാക്കി തന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിയെന്ന് ഒന്നും പറഞ്ഞില്ല. ഞാൻ തുടങ്ങാത്തതിൻ്റെ കുഴപ്പമില്ല, ഒന്നും വേണ്ടിയില്ല. വീഡിയോ ഒക്കെ ചെയ്തു, ചെറിയ വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടാണ് തമ്മനയിൽ സെറ്റ് ചെയ്യാൻ പഠിച്ചതും എല്ലാ കാര്യങ്ങളും എല്ലാം പഠിച്ചത്. തേങ്ങ ചിരണ്ടി വന്നിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലതായിട്ട് അരയ്ക്കാം. തേങ്ങ അരച്ച് ഇപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് വാടണം. നല്ലതായിട്ട് വാടിയാലുള്ള പൊടിയൊക്കെ ഇടാം. നടുക്കോട്ടങ്ങോട്ട് വടഞ്ഞ് മാറ്റി.
പൗഡറെല്ലാം മോന്ത വെച്ചിരിക്കുന്നുണ്ടോ കേട്ടോ, കാണിക്കുന്നുണ്ടോ? ആ ഹായ് വെച്ചേ, ഹായ്. ഓ മുളക് നോക്കും, ഹായ് കൊടുത്തേ, ഹായ്. അയ്യോ അപ്പോൾ നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ രാവിലെ കുളിച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ നല്ല ചന്ദനമൊക്കെ തൊടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പാലിക്കുട്ടി അവൾ പോയി കളഞ്ഞു. പിച്ചാച്ചെ ഒരു ഡാൻസ് കളിക്കാവോ? നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു. ഇങ്ങോട്ട് മാറി ഇവിടെ മാറും. കളിക്കും. ആ